സ്മാരകം വീരാൻകുട്ടി. വീരാൻകുട്ടിയുടെ സ്മാരകം എന്ന കവിത പ്രതീക്ഷകളുടെ ഭാരമില്ലാതെ സ്വന്തം ഇഷ്ടങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും അനുസൃതമായി ജീവിക്കുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും എന്ന സന്ദേശമാണ് നൽകുന്നത്. അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം. ചിറകുകളില്ല, ദേശാന്തരം വിധിച്ചിട്ടില്ല, ആകാശവും സ്വന്തമല്ല, എന്നിട്ടും അത് പറക്കുന്നു, കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച്. ഈ വരികളുടെ ആശയം വ്യക്തമാക്കുന്നത് അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ വളരെ ലളിതമായ ശ്രമമായി കാണണം. കാരണം അപ്പൂപ്പൻ താടിക്ക് ചിറകുകളില്ല, അവയ്ക്ക് പക്ഷികളെ പോലെ ദേശങ്ങൾ കടന്ന് യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല, അവയ്ക്ക് ആകാശവും സ്വന്തമല്ല. എന്നിട്ടും അപ്പൂപ്പൻ താടി അമ്മ കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് പറക്കുന്നു. അതു കാണും സ്വപ്നത്തിലെ മരത്തിൻ്റെ തണലിൽ നാളെ ഒരാൾ വന്നിളവേൽക്കും എന്ന കവിത അതിനറിയില്ല. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു. അപ്പൂപ്പൻ താടിയുടെ സ്വപ്നങ്ങളെ ഒന്നും തന്നെ സ്വാധീനിക്കുന്നില്ല. അതിൻ്റെ സ്വപ്നങ്ങളിൽ തൻ്റെ മരത്തിൻ്റെ തണലിൽ ആരെങ്കിലും വന്നിരിക്കുമെന്ന പ്രതീക്ഷയും ഇല്ല. അറിവില്ലായ്മയുടെ ഭാരക്കുറവിലാണ് അത് പറക്കുന്നതെന്ന് കവി പറയുന്നു. ഇവിടെ അറിവില്ലായ്മയുടെ ഭാരക്കുറവ് എന്നുദ്ദേശിക്കുന്നത് മനുഷ്യരുടെ പോലെ അമിത പ്രതീക്ഷകളോ സ്വപ്നങ്ങളോ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ജീവിതയാത്രയോ അപ്പൂപ്പൻ താടിക്കില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അപ്പൂപ്പൻ താടി സ്വതന്ത്രമായി പറക്കുന്നു. അതിനെ പക്ഷി എന്ന് വിളിക്കാതിരിക്കാൻ നാം കാണിക്കുന്ന കരുണയിൽ അത് കുറച്ചുകൂടി ദൂരം പോയേക്കും. അപ്പൂപ്പൻ താടിയെ പക്ഷി എന്ന് വിളിക്കാത്തത് അതിനോട് കാണിക്കുന്ന കാരുണ്യമാണ്. കാരണം അതിന് കുറച്ചുകൂടി ദൂരം യാത്ര ചെയ്യാൻ സാധിക്കും. ധീരമെങ്കിലും എളിയ അതിൻ്റെ ശ്രമം വീണു പോകുന്നിടത്ത് സ്മാരകമായി ഉയർന്നു വന്നേക്കും. ആരുമറിയാതെ നാളെ ഒരു മരം. അപ്പൂപ്പൻ താടിയുടെ ചെറിയ യാത്ര അവസാനിക്കുന്നിടത്ത് അതിൻ്റെ വിത്ത് മുളച്ച് മരം ഉണ്ടാകുന്നു. അതൊരു സ്മാരകമായി മാറുമെന്നാണ് കവി പറയുന്നത്. സ്വന്തം കഴിവിനനുസരിച്ച് മറ്റുള്ളവരുടെ അമിത പ്രതീക്ഷകളോ സ്വാധീനമോ ഇല്ലാതെ ജീവിതത്തിൽ മുന്നേറുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്ന് കവി പറയുന്നു.